നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി ക്യാന്റീനിൽ തീപിടുത്തം. പോക്സോ കേസിൽ 58 വയസ്സുകാരന് 8 വർഷം കഠിന തടവും 40,000 രൂപ പിഴയും. കാട്ടൂരിൽ വീടിനു നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ് ആക്രമണം നടത്തിയ 3-അംഗ സംഘം അറസ്റ്റിൽ. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് തളിക്കുളം ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ വിമുക്ത പട കുടുംബ സംഗമവും പൂർവ്വ സൈനികരെ ആദരിക്കലും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി ക്യാന്റീനിൽ തീപിടുത്തം. ഞായറാഴ്ച പുലർച്ചെ 1:15-ഓടെയാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഏകദേശം 8 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. പോക്സോ കേസിൽ 58 വയസ്സുകാരന് 8 വർഷം കഠിന തടവും 40,000 രൂപ പിഴയും. പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ലൈംഗിക അതിക്രമം നടത്തിയതിന് 58 വയസ്സുകാരന് 8 വർഷം കഠിന തടവും 40,000 രൂപ പിഴയും. വാടാനപ്പള്ളി നടുവിൽക്കര സ്വദേശി ആലത്തെ വീട്ടിൽ 58 വയസ്സുള്ള കുമാരനെയാണ് ചാവക്കാട് അതിവേഗ പ്രത്യേക കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 4 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. 2024 ഏപ്രിൽ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം. പുലർച്ചെ 2 മണിയോടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ പ്രതി വീടിനകത്ത് കിടന്നുറങ്ങിയായിരുന്ന കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ ASI TD സ്നേഹമോൾ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ കേസിൽ സബ് ഇൻസ്പെക്ടർ PG സദാശിവൻ FIR രജിസ്റ്റർ ചെയ്ത് കേസ് ആദ്യാന്വേഷണം നടത്തുകയും കേസിന്റെ തുടർന്നുള്ള അന്വേഷണം സബ് ഇൻസ്പെക്ടർമാരായ SM ശ്രീലക്ഷ്മി, PG സദാശിവൻ, ASI PS ജിത് കുമാർ എന്നിവർ ചേർന്ന് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. കേസിൽ പ്രോസിക്യൂഷൻ 16 സാക്ഷികളെ വിസ്തരിക്കുകയും 23ഓളം രേഖകളും മുതലുകളും ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് C നിഷ എന്നിവർ ഹാജരായി. ലൈസൻസ് ഓഫീസറും സീനിയർ CPOയുമായ MR സിന്ധു കോടതിയിൽ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. കാട്ടൂരിൽ വീടിനു നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ് ആക്രമണം നടത്തിയ 3-അംഗ സംഘം അറസ്റ്റിൽ. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയും സ്റ്റേഷൻ റൌഡിയുമായ പടിയൂർ വലൂപ്പറമ്പിൽ വീട്ടിൽ അരുൺ പോൾ, കൂട്ടാളികളായ പൊറത്തശ്ശേരി സ്വദേശി അമ്പലത്തറ വീട്ടിൽ ജയേഷ്, പടിയൂർ വളവനങ്ങാടി സ്വദേശി കൊച്ചുപറമ്പത്ത് വീട്ടിൽ അജീഷ് എന്നിവരെയാണ് ഇരിഞ്ഞാലക്കുട DYSPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പടിയൂർ വളവനങ്ങാടി സ്വദേശി തഷ്ണത്ത് വീട്ടിൽ സുജിത്തിന്റെ വളവനങ്ങാടിയിലുള്ള വീടിന്റെ വരാന്തയിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞതിൽ വീട്ടിലുണ്ടായിരുന്ന സുജിത്തിന്റെ ഭാര്യ ശ്രീകുട്ടി, സുഹൃത്തായ പടിയൂർ തവളക്കുളം സ്വദേശി പണിക്കപ്പറമ്പിൽ വീട്ടിൽ നിഷാന്ത് എന്നിവർക്ക് പരിക്കേറ്റ സംഭവത്തിലാണ് പ്രതികൾ അറസ്റ്റിലായത്. വെള്ളിയാഴ്ച രാത്രി സുജിത്തും ഭാര്യ ശ്രീകുട്ടിയും ഇവരുടെ മക്കളും സജിത്തിന്റെ സുഹൃത്തുക്കളായ നിഷാന്ത്, ഉണ്ണികൃഷ്ണൻ എന്നിവർ വീടിന്റെ വരാന്തയിൽ ഇരിക്കുമ്പോഴാണ് ബൈക്കിലെത്തിയ സംഘം ആക്രമണം നടത്തിയത്. റോഡിൽ ബൈക്ക് നിർത്തിയ ശേഷം കയ്യിൽ കരുതിയിരുന്ന സ്ഫോടക വസ്തു വരാന്തയിലേക്ക് എറിയുകയായിരുന്നു. വൻ ശബ്ദത്തോടെ ഇത് പൊട്ടിത്തെറിച്ചതിലാണ് ശ്രീകുട്ടിക്കും നിഷാന്തിനും പരിക്കേറ്റത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് വളവനങ്ങാടിയിലുള്ള മീൻകെട്ടിൽ വളർത്തുമീനിനെ പിടിക്കാൻ അരുൺ പോൾ വല വെച്ചത് സുജിത്തിന്റെ സുഹൃത്ത് എടുത്തു മാറ്റാൻ പറയുകയും തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് ആക്രമണം നടത്തിയത്. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് തളിക്കുളം ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ വിമുക്ത പട കുടുംബ സംഗമവും പൂർവ്വ സൈനികരെ ആദരിക്കലും സംഘടിപ്പിച്ചു. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയം നടന്ന പരിപാടി നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു ഉദ്ഘാടനം ചെയ്തു. KCSL തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് AG ശിവലാൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പ്രദീപ് CV അനുസ്മരണം നടത്തി. KCSL തൃശൂർ ജില്ലാ പ്രസിഡന്റ് അശോക് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വനിതാ വിംഗ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ശോഭന വിദ്യാസാഗർ മുഖ്യ അതിഥിയായിരുന്നു. ചടങ്ങിൽ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട മീന സുഭാഷിനെയും പൂർവ്വ സൈനികരെയും ആദരിച്ചു. KSESL പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രാധ സുഭാഷ്, PD ജ്യോതി, NK ഗോപാലൻ, ബാലകൃഷ്ണൻ വെന്നിക്കൽ, AT വേലായുധൻ തുടങ്ങിയവർ ആശംസകൾ സംസാരിച്ചു.
ഓർഗനൈസിംഗ് സെക്രട്ടറി TU സുഭാഷ് ചന്ദ്രൻ സ്വാഗതം ആശംസിച്ച പരിപാടിക്ക് ട്രഷറർ CV ഓം പ്രകാശ് നന്ദി പറഞ്ഞു. കരുത്തുറ്റ രാജ്യത്തിന്റെ അഖണ്ഡതയും അതുപോലെ തന്നെ ഐക്യവും കാത്തു സൂക്ഷിച്ച ഒരു പ്രധാന വ്യക്തിത്വങ്ങളുടെ മുന്നിലാണെന്ന് നമ്മളിവിടെ ഞാനടക്കമുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. വളരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിന്ന് രണ്ടു വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിലും ഈ ചടങ്ങില് ഉദ്ഘാടനമായി എന്നെ ക്ഷണിച്ചതിലൊക്കെ വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്നത്. നമ്മളെല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാനായി ഒക്കെ വിളിച്ചിരുന്ന കാവൽ ഭടന്മാരും അവരുടെ കുടുംബാംഗങ്ങളാണ് ഇവിടെ ഉള്ളത്. നമുക്കറിയാം, ഒരു യുദ്ധം വന്നാലോ അതുപോലെ ഒരു പ്രകൃതി ദുരന്തം വരുമ്പോഴൊക്കെ ഏറ്റവും ആദ്യം ഓടി ആ സ്ഥലത്ത് ചെന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി പിന്നെ ആയിരിക്കും നമ്മളെല്ലാവരും പൊതുജനങ്ങൾ അറിയുക തന്നെ ചെയ്യുക. അപ്പൊ ഏറ്റവും ആദ്യം സ്വന്തം വിലപ്പെട്ട ജീവൻ വരെ അവഗണിച്ചുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തനങ്ങളിലേക്ക് എത്തിച്ചേർന്ന് നമ്മുടെ രാജ്യത്തിന്റെ എന്താ പറയാ ഐക്യവും അഖണ്ഡതയും അതുപോലെ തന്നെ ജീവനും എല്ലാം കാത്തു സൂക്ഷിച്ചവരുടെ മുന്നിൽ നിന്നും സംസാരിക്കാൻ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ ഉള്ളിൽ ഭയങ്കരമായിട്ടൊരു എന്താന്ന് പറയാൻ പറ്റില്ല, അത്രയും ഒരു പ്രത്യേകത തോന്നുന്നുണ്ട്. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് 2026-27 വർഷത്തേക്കുള്ള പദ്ധതികൾ രൂപീകരിക്കുന്നതിനായി ചേർന്ന വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജുമോൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷാജി TS അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ്, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത ബെന്നി, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ സുനില, PK ഗിരീഷ്, KS സുമതി സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. അവരുടെ സങ്കല്പങ്ങൾ, അവരുടെ സ്വപ്നത്തിലുള്ള രൂപത്തിലുള്ള ഭരണനിർവഹണ നടപടികൾ ഏറ്റവും താഴെ തട്ടിൽ വരെ ഫലപ്രദമായി നടപ്പിലാക്കുന്ന ഒരു പഞ്ചായത്ത് രാജ് സംവിധാനം നമ്മുടെ കേരളത്തിൽ ഇന്നും നിലവിലുണ്ട്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം നടന്നു. ജില്ലാ സമ്മേളനം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS ഇന്ദു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CL ജോഷി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത, ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T പ്രേമൻ, SN കോളേജ് പ്രിൻസിപ്പൽ CT അനിത, തൃപ്പയാർ മേഖലാ പ്രസിഡന്റ് സുധീർ TS എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനം നേരിടുന്ന വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു. വലിയ പഠനങ്ങൾ കണ്ടെത്തുന്നത് ഇന്നുള്ള ജോലി, ഇന്ന് നമ്മുടെ ലോകത്ത് ആഹ്വാനമുള്ള ജോലിയുടെ ഏതാണ്ട് 28% ജോലികളും മാറ്റപ്പെടുന്നുണ്ട്. പുതുതായി ഏതാണ്ട് അതിന്റെ പകുതി ജോലി വരുമ്പോഴും ഒരു 10 മുതൽ 15% ഇന്നുള്ള തൊഴിൽ, ഏത് തൊഴിലായാലും വിരോധമില്ല, ഒരു ഡോക്ടറുടെ തൊഴിൽ മുതൽ ഏറ്റവും താഴെ ഒരു കൂലി പണിക്കാരന്റെ എന്ത് പറയാമോ, ഞാൻ ഏറ്റവും താഴെ എന്ന് പറയുന്നത് വ്യത്യസ്ത മേഖലകളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ശ്രീവിലാസ് UP സ്കൂളിന്റെ 124ാമത് വാർഷികാഘോഷവും അധ്യാപക രക്ഷകർതൃ ദിനവും MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സീജ ജയരാജൻ അധ്യക്ഷയായി. നാട്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, പ്രധാനാധ്യാപകൻ സനീഷ് KS, വാർഡ് മെമ്പർ KV പവിത്രൻ, AUPS പ്രധാനാധ്യാപിക ഡോളി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. എനിക്കും അത് ബാധിക്കുന്നു എന്ന് കൂടി എൻ്റെ മനസ്സിൽ വരികയുണ്ടായി. കാരണം നമ്മുടെ പഴയ കാലത്തെ സ്കൂളല്ല ഈ കാലഘട്ടത്തിൻ്റെ സ്കൂൾ എന്നുള്ളത് എല്ലാ രക്ഷിതാക്കളും കുട്ടികളും മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നത് തന്നെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1957 കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷമാണ്. മതിലകം കൂളിമുട്ടം ജനശക്തി ഗ്രന്ഥശാലയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. സംസ്ഥാന സർക്കാർ അനുവദിച്ച 1 കോടി രൂപ വിനിയോഗിച്ചാണ് ഗ്രന്ഥശാലയ്ക്ക് കെട്ടിടം നിർമ്മിക്കുന്നത്. ET ടൈസൺ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM ആൽഫ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MA ബിനേഷ്, എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് MS മോഹൻദാസ്, സെക്രട്ടറി NS ജയൻ, സംഘാടക സമിതി കൺവീനർ ബേബി പ്രഭാകരൻ, ചെയർമാൻ KC ഉണ്ണികൃഷ്ണൻ, TK ചന്ദ്രശേഖരൻ, MA വിജയൻ, EG സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു.
3-4 എണ്ണം ഇപ്പോൾ പെൻഡിങ് ആണ്. പെൻഡിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നുള്ളൂ. ഇപ്പോൾ തൊട്ടടുത്തുള്ള കളരിപ്പുറമ്പുണ്ട്, അതുപോലെ തൊട്ടപ്പുറത്തുള്ള കൊട്ടൂരുണ്ട്, അതിനപ്പുറത്ത് രാധാകൃഷ്ണനല്ലേ ഒരെണ്ണം പുതിയ അതിലുണ്ട്, എല്ലാം ഉണ്ട്. 4-5 എണ്ണത്തിൻ്റെ തുടർന്ന് വേലത്തിലാക്കാൻ കഴിയും. നമുക്കെല്ലാവർക്കും അറിയാം, കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനം നമ്മളിതുപോലെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കുണ്ട് എന്നുള്ളത്. നമ്മൾ നല്ല രീതിയിൽ റോഡും വൈദ്യുതിയും കുടിവെള്ളത്തിൻ്റെയും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ശ്രമം നടക്കണം. അതോടൊപ്പം തന്നെ അതിഭീകരമായ ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ ഈ പൊതുസമൂഹം മാറുന്നുണ്ട്. വിചാരിക്കാത്ത അർത്ഥത്തിലേക്കാണ് പൊതുസമൂഹം മാറുന്നത്. അങ്ങനെ മാറുമ്പോൾ അതിന് ശക്തമായിട്ടുള്ള പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയുന്നത് നമ്മൾ ഇതുപോലുള്ള കൂട്ടായ്മകൾക്കാണ്. അതുപോലെ നമ്മളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഒരു പൊതുവേദിയിൽ ഇരിക്കുന്നുണ്ടല്ലോ, ഒരുമിച്ച് ചേർന്നിരുന്ന് വർത്തമാനം പറയുന്നുണ്ടല്ലോ, ഒരുമിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ഈ വേദി ഏറ്റവും പ്രധാനമാണ്. കേരളത്തിന്റെ മുന്നോട്ട് പോക്കിൽ ഏറ്റവും സഹായകരമായിട്ടുള്ള വേദിയും ഇതാണ്. പെരിഞ്ഞനം SN സ്മാരകം UP സ്കൂളിൽ 98ാം വാർഷികാഘോഷവും വിജ്ഞാനവേദി മെഗാ ക്വിസ് ഗ്രാൻഡ് ഫിനാലെയും നടത്തി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു അധ്യക്ഷത വഹിച്ചു. തിരക്കഥാകൃത്ത് PS റഫീഖ് മുഖ്യാതിഥിയായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു ഉപഹാര സമർപ്പണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷീബ മുരളി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TL ഗോപിനാഥൻ, പഞ്ചായത്ത് അംഗം ബിന്ദു ചയൻ, സ്കൂൾ മാനേജർ PS വത്സൻ, പ്രധാനാധ്യാപിക CT സംഗീത, PTA പ്രസിഡന്റ് സനിത ഷാജി, MPTA പ്രസിഡന്റ് കലാരഞ്ജിനി മനോജ്, അധ്യാപകരായ KD രശ്മി, TV വിനോദ്, KN പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒന്നുമില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ നേടിയെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് അല്ലേ? നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലും ചിലപ്പോൾ പക്ഷേ സാമ്പത്തികമായി ഒക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളും അവർ പറയാറുണ്ട്, എനിക്ക് ലഭിക്കാതെ പോയിട്ടുള്ള വിദ്യാഭ്യാസം എൻ്റെ മകനോ മകൾക്കോ ലഭിക്കണമെന്ന് നന്നായി വാശി പിടിക്കുന്ന സമൂഹമാണ് നമ്മുടെ സമൂഹം, കേരളീയ സമൂഹം. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ തൊഴിലുറപ്പ്, കുടുംബശ്രീ അല്ലെങ്കിൽ സാമ്പത്തികമായി വിഷമം സഹിക്കുന്ന ആളുകളുടെ മക്കൾ ഉൾപ്പെടെ അഭിമാനപൂർവ്വം പറയുന്നു, മക്കൾ പഠിക്കുന്ന കേന്ദ്രം ചിലപ്പോൾ ഒരു പക്ഷേ വളരെ അകലെയായിരിക്കും. എന്നോട് ഈ അടുത്ത അവസരത്തിൽ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, എൻ്റെ മകൾ പഠിക്കാൻ പോകുന്ന കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞ് അവള് കാനഡയിലാണ് പോകുന്നതാണ്. കാനഡ എന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്ക് പോലും കുറെ ആലോചിക്കാൻ പോലും പറയാൻ തന്നെ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. കുറച്ച് മുമ്പായിരുന്നെങ്കിൽ കാനഡയിൽ പോകുന്നു. കാനഡയിൽ പോകുമ്പോൾ അവൻ്റെ പണം എന്ന് ചോദിച്ചപ്പോഴുണ്ടല്ലോ, പണം നമ്മുടെ ഒരു അടുത്ത ബാങ്കിനോട് ചോദിച്ചിട്ടുണ്ട്, ബാങ്ക് തരാൻ നേരിട്ടുണ്ട്. മാത്രമല്ല അവിടെ എന്ത് ചെയ്യുന്നു, പഠനത്തോടൊപ്പം ചെറിയ ജോലിയും ഏർപ്പാടാക്കിയിട്ടുണ്ട് അല്ലേ? അങ്ങനെയുള്ള അങ്ങനെ പഠിക്കുന്നു. കുട്ടികൾക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ടോ? അത്രയും ലക്ഷം എന്ന് കേട്ടാൽ തന്നെ ഞെട്ടും. 10-14 ലക്ഷം രൂപ ഉപയോഗിച്ചിട്ട് കടമെടുത്ത് പോയി വിദേശത്ത് പോയി പഠിച്ചു വന്ന് ഞാൻ അങ്ങനെ വീട്ടുമെന്ന് ആലോചിച്ച് ഒരു രക്ഷിതാവും സംഭവിക്കാൻ പോകുന്നില്ല. ചന്ദ്രാപിനി വേദോട്ടിൽ ശ്രീ ഭദ്രാദേവി ഖണ്ഡാകർണ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ഹരിഹരസുധൻ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്തിലായിരുന്നു കൊടിയേറ്റ് നടന്നത്. തുടർന്ന് പറക്കി എഴുന്നള്ളിപ്പ്, സർപ്പക്കാവിൽ പൂജയും പാലും 100 സമർപ്പണവും, മുത്തപ്പന് കളം, വീരഭദ്രസ്വാമിക്ക് കളം, ദേവിക്ക് രൂപക്കളം പാട്ടും, വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളവും പാട്ടും എന്നിവ നടന്നു. ഫെബ്രുവരി 11-നാണ് ക്ഷേത്രത്തിലെ ഉത്സവം. രാവിലെ 9-ന് ശീവേലി, വൈകിട്ട് 4:30-ന് പകൽപൂരം, തുടർന്ന് ദീപാരാധന, വർണ്ണമഴ, രാത്രി 8-ന് വീരനാട്യം, രാത്രി 11:30-ന് തായമ്പക എന്നിവയാണ് പ്രധാന പരിപാടികൾ. കാതികോട് അൽ അക്സ പബ്ലിക് സ്കൂളിൽ പുതിയ ഗ്രൗണ്ടും പുതിയ KG പാർക്കും കുട്ടികൾക്കായി തുറന്നുകൊടുത്തു. വിദ്യാർത്ഥികളുടെ സർഗാത്മക ശേഷികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മഷിത്തണ്ട് എന്ന് മലയാളത്തിലും ബ്ലൂം എന്ന് ഇംഗ്ലീഷിലുമുള്ള രചനകളുടെ പ്രകാശനം നടത്തി. ചടങ്ങിൽ ചെയർമാൻ ES മുഹമ്മദ് അലി അധ്യക്ഷനായി. ബെന്നി ബഹന്നാൻ MP വീഡിയോ സന്ദേശം നൽകി. തൃശൂർ പോലീസ് അക്കാദമി ജോയിന്റ് ഡയറക്ടർ PA മുഹമ്മദ് ആരിഫ് പ്ലേ ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്തു. മധുരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ നാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിൽ 1ാം സമ്മാനാർഹമായ വിദ്യാർത്ഥി അമൻ ഹാരിസിന് ഉപഹാരം നൽകി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PH നിയാസ്, സാഹിത്യകാരൻ E ജിനൻ, വിദ്യാഭ്യാസ വിജീക്ഷണൻ ഡോക്ടർ കൃഷ്ണൻകുട്ടി, വാർഡ് മെമ്പർ KH യാസർ, ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി EK ഷംസുദ്ദീൻ, സ്കൂൾ മാനേജർ PM സുഹൈൽ, മഹൽ പ്രസിഡന്റ് PA വാഹിദ്, അക്കാദമിക് കോർഡിനേറ്റർ മുജീബ് റഹ്മാൻ, കാതിക്കോട് ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷറർ OH ഉസ്മാൻ, PTA പ്രസിഡന്റ് നസ്രീൻ, പ്രിൻസിപ്പൽ ഇൻചാർജ് TR ജിമി എന്നിവർ സംസാരിച്ചു.
കർഷക സംഘം എടത്തിരുത്തി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ശീതകാല പച്ചക്കറി വിളവെടുത്തു. കർഷക സംഘം മേഖലാ ജോയിന്റ് സെക്രട്ടറി രാജേഷ് അറക്കപ്പറമ്പലിന്റെ നേതൃത്വത്തിൽ എടത്തിരുത്തി കുമ്പളവർന്ന് സമീപം ഡോക്ടർ സജുവിന്റെ 1 ഏക്കർ കൃഷിഭൂമിയിൽ നടത്തിയ ബ്രോക്കോളി, കോളിഫ്ലവർ കൃഷിയുടെ വിളവെടുപ്പാണ് നടത്തിയത്. കർഷക സംഘം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. KP പത്മജ അധ്യക്ഷനായി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ആദ്യ വിൽപ്പന നടത്തി. കർഷക സംഘം നാട്യ ഏരിയ വൈസ് പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി ലിഷിൻ, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നവമി പ്രസാദ്, കർഷക സംഘം എടത്തിരുത്തി മേഖലാ പ്രസിഡന്റ് സുബി ശങ്കർ, രാജേഷ് അറക്കപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. മേഖലയിൽ ഈ കൃഷി നടത്തുന്നതും ആദ്യമായിട്ടാണ് കാണുന്നത്. തീരപ്രദേശത്ത് ഇത് വിളവെടുക്കുന്ന വിധത്തിൽ വേറെ എവിടെയും ഇത് നടത്തുന്നതായിട്ടും കണ്ടിട്ടില്ല. രാജേഷ് ഇത്തരത്തിലുള്ള ഒരുപാട് പുതുമയുള്ള, കൗതുകമുള്ള, വേറെ ആരും നടത്താത്ത, ആർക്കും പറ്റാത്ത നിരവധിയായ കൃഷി മാതൃകാപരമായിട്ട് നടത്തുന്ന ഒരു നല്ല കൃഷിക്കാരനാണ്. ഓണക്കാലത്ത് തുമ്പ കൃഷി ചെയ്ത് വിൽപ്പന നടത്തുന്നത് നമ്മുടെ മേഖലയിൽ മറ്റാരും ചെയ്തിട്ടില്ല. അത് രാജേഷ് ചെയ്യാറുണ്ട്. കയ്പമംഗലം മണ്ഡലത്തിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ ഗ്രന്ഥശാലകൾക്കും പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ET ടൈസൺ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 4 ലക്ഷം രൂപ വകയിരുത്തിയാണ് ആവശ്യമായ പുസ്തകങ്ങൾ നൽകുന്നത്. വായനശാലകളെ കൂടുതൽ സജീവമാക്കുക, പുത്തൻ അറിവുകൾ വായനക്കാരിലേക്ക് എത്തിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷരകൈരളിയുടെ ഉപവിഭാഗമായ കലാമുറ്റത്തിന്റെ നേതൃത്വത്തിൽ പുസ്തകങ്ങൾ വിതരണം നടത്തുന്നത്. വായനശാലകളിലേക്ക് പുസ്തകങ്ങൾ കൈമാറുന്ന ചടങ്ങിന്റെ മണ്ഡലതല ഉദ്ഘാടനം പൂളിമുട്ടം നാഷണൽ മെമ്മോറിയൽ വായനശാല പരിസരത്ത് ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മധുരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ അധ്യക്ഷയായി. സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ പുസ്തക വിതരണം നടത്തി. എഴുത്തുകാരി ദീപ നിഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. അക്ഷരകൈരളി കോർഡിനേറ്റർ TS സജീവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ശ്രീനിവാസൻ ഐനിപ്പള്ളി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM ആൽഫ തുടങ്ങിയവർ സംസാരിച്ചു. ക്ലാസ് മുറികളിൽ ലൈബ്രറി ഉണ്ടാക്കാൻ കഴിയുമെന്ന്, ക്ലാസ് മുറിയിലാണ് ലൈബ്രറി, പണ്ട് സ്കൂളിലാണ് ലൈബ്രറി, വല്ലപ്പോഴും എടുക്കുക, ഞങ്ങളൊക്കെ ചിന്തിച്ചില്ല. ക്ലാസ് മുറികളിൽ ലൈബ്രറി ഉണ്ടാക്കാൻ കഴിയുമോ? അങ്ങനെ ക്ലാസ് മുറികളിൽ ലൈബ്രറി ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ ചെയർമാനായി അന്നുണ്ടായ ആൾ മുമ്പിലുണ്ട്. നൗഷാദ് കൈതവളപ്പിലാണ് അതിൻ്റെ ചെയർമാനായി വർക്ക് ചെയ്തത്. സജീവ് മാഷാണ് അതിൻ്റെ കോർഡിനേറ്റർ എന്നതിൻ്റെ ഓർക്ക്. അന്ന് എല്ലാ ക്ലാസ് മുറിയിൽ ലൈബ്രറിയിൽ നിന്ന് ഒരു ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ ചോദിച്ചാൽ എല്ലാ ക്ലാസ് മുറിയിലും ഉണ്ടാവുമോ ലൈബ്രറി? ചില സ്കൂളുകളിലൊക്കെ എത്രയോ ക്ലാസ്സുകൾ ഉണ്ടെന്ന് അറിയും അല്ലേ? ചന്ദ്രാപ്പിൻ്റെ സ്കൂള്, OLF, അതുപോലെ സെന്റ് ജോസഫ് എന്നൊക്കെ പറഞ്ഞാൽ 100 ചില്ലാനും ക്ലാസ് മുറികളാണ്. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി ക്യാന്റീനിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഭാഗികമായി കത്തിനശിച്ച ക്യാന്റീൻ പൂർവ്വസ്ഥിതിയിലെത്തിക്കാൻ ആഴ്ചകൾ വേണമെന്നിരിക്കെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ബുദ്ധിമുട്ടില്ലാതെ ഭക്ഷണ വിതരണം നടത്തുന്നതിനായി ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗത്തിന് സമീപം താൽക്കാലിക ക്യാന്റീൻ പ്രവർത്തിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. നിർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. ഞായറാഴ്ച പുലർച്ചെ 1:15 ജനറൽ ആശുപത്രി ക്യാന്റീന് മുകൾ ഭാഗത്ത് തീ പടർന്നത്. ഉടൻ തന്നെ ഇരിഞ്ഞാലക്കുട, ചാലക്കുടി എന്നിവിടങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. 8 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ക്യാന്റീനിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി ക്യാന്റീനിൽ തീപിടുത്തം. പോക്സോ കേസിൽ 58 വയസ്സുകാരന് 8 വർഷം കഠിന തടവും 40,000 രൂപ പിഴയും. കാട്ടൂരിൽ വീടിനു നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ് ആക്രമണം നടത്തിയ 3 അംഗ സംഘം അറസ്റ്റിൽ. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് തളിക്കുളം ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ വിമുക്തപട കുടുംബ സംഗമവും പൂർവ്വ സൈനികരെ ആദരിക്കലും സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.